അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന ഫിഖഹിന്റെ ചോദ്യപേപ്പർ അവലോകനമാണ് നമ്മളിവിടെ നടത്തുന്നത്. ആകെ 50 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ. ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം. ഈ വശത്ത് ഉത്തരങ്ങളുണ്ട്, നമ്മൾ ശരിയായത് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത്, ദീനിന്റെ തൂണാണ് എന്ത്? നിസ്കാരം. നിസ്കാരം ദീനിന്റെ തൂണാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ എത്രയാണ്? 5 ആകുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ 5 ആകുന്നു. മൂന്നാമത്തത്, വെട്ടുകിളിയുടെ ശവം നജസല്ല. അവസാനത്തെ ഓപ്ഷൻ നജസല്ല. 4, അശുദ്ധികൾ ഉയർത്താൻ തഹൂറായ വെള്ളം വേണം. നാലാമത്തെ ഓപ്ഷൻ തഹൂറായ വെള്ളം വേണം. വുളൂഇന്റെ ഫർളുകൾ 6 ആകുന്നു. വുളൂഇന്റെ ഫർളുകൾ 6 ആകുന്നു. വുളൂഇന്റെ സുന്നത്ത് തല മുഴുവനും തടവുക. അത് വുളൂഇന്റെ സുന്നത്തിൽപ്പെട്ടതാണ്, തല മുഴുവനും തടവുക. ഇനി 7-മത്തത്, ഉറക്കം തൂങ്ങിയാൽ വുളൂ മുറിയുകയില്ല. ഒന്നാമത്തെ ഓപ്ഷൻ. ഈ രൂപത്തിൽ ശരിയായ ഉത്തരങ്ങൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത്. അടുത്തത് 2 വീതം എഴുതാം. നജസുകൾ പലതും നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. രക്തം, മലം, മൂത്രം, ഛർദിച്ചത് പലതും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും 2 നജസുകളുടെ പേരുകൾ എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത്, വുളൂഇന്റെ ഫർളുകൾ. വുളൂഇന്റെ ഫർളുകൾ 6 അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതുക. നിയ്യത്ത്, മുഖം കഴുകൽ, അതുപോലെ കൈ 2 മുട്ടുൾപ്പെടെ കഴുകൽ, കാല് കഴുകൽ, തലതടവൽ, തർത്തീബ്, നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും 2 എഴുതുകയാണ് വേണ്ടത്. മൂന്നാമത്തത്, വിസർജന മര്യാദകൾ. ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ. തലമറക്കുക, അതുപോലെ ചെരിപ്പ് ധരിക്കുക, ഇടതുകാല് വെച്ച് പ്രവേശിക്കുക, പലതും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും 2 എഴുതുക. ഇനി മൂന്നാമത്തത്, നിസ്കാരത്തിലെ ഔറത്ത് വ്യക്തമാക്കാം. നിസ്കാരത്തിൽ പുരുഷനും സ്ത്രീക്കും വ്യത്യസ്ത രൂപത്തിലുള്ള ഔറത്താണ്. പുരുഷന്റെ ഔറത്ത് എങ്ങനെയാണ്? മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം, ഇതാണ് പുരുഷന്റെ ഔറത്ത്. രണ്ടാമത്തത്, സ്ത്രീയുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും സ്ത്രീ മറക്കണം. ഇനി 4-മത്തത്, പൂർത്തിയാക്കാം. അബ്ആദ് സുന്നത്ത് നഷ്ടപ്പെട്ടാൽ സലാമിന് അല്പം മുമ്പ് 2 സുജൂദ് ചെയ്യുക. അബ്ആദ് സുന്നത്ത് നഷ്ടപ്പെട്ടാൽ സലാമിന് അല്പം മുമ്പ് 2 സുജൂദുകൾ ചെയ്യുക. ഇതിനാണ് സഹവിന്റെ സുജൂദ് എന്ന് പറയുന്നത്. അബ്ആദ് സുന്നത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മറന്നാൽ അതിന് പരിഹാരമായി ചെയ്യേണ്ടുന്ന 2 സുജൂദാണ്. അതിനാണ് സഹവിന്റെ സുജൂദ് എന്ന് പറയുക. അപ്പോൾ അല്പം മുമ്പ് 2 സുജൂദ് ചെയ്യുക. 2, ഖിബ്ലയിലേക്ക് മുന്നിടൽ നിസ്കാരത്തിന്റെ ഷർത്താകുന്നു. മൂന്നാമത്തത്, 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. 4, 7 അവയവങ്ങൾ നിലത്ത് വെച്ചാണ് സുജൂദ് ചെയ്യേണ്ടത്. 5, ഇസ്ലാം കാര്യങ്ങളിൽ 2-മത്തേത് നിസ്കാരമാണ്. ഇനി അടുത്തത് ഉത്തരം എഴുതാം. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് സുബഹ് ബാങ്കിൽ കേൾക്കുമ്പോൾ നാം എന്ത് ചൊല്ലണം? സദഖത വ ബരിർത എന്ന് ചൊല്ലണം. അടുത്തത് 2-മത്തത്, തുമഇനീനത്ത് എന്നാൽ എന്ത്? അനക്കം അടങ്ങലാണ്. റുക്കൂ, ഇഅ്തിദാല്, 2 സുജൂദുകൾ, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, ഇവിടെയെല്ലാം അനക്കം അടങ്ങ, അതിനാണ് തുമഇനീനത്ത് എന്ന് പറയുന്നത്. 3-മത്തത്, ഖുനൂത്ത് ഓതൽ സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതെല്ലാം? സുബഹയിലും അതുപോലെ റമദാനിലെ 2-ാം പകുതിയിലെ വിത്റിലെ അവസാന റക്അത്തിലുമാണ് ഖുനൂത്ത് ഓതേണ്ടത്. അടുത്തത്, വേർതിരിക്കാം. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് അബ്ആദ് സുന്നത്തുകളും നിസ്കാരത്തിലെ കറാഹത്തുകളും വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത്. എന്തെല്ലാമാണ് ഓപ്ഷൻസുകൾ? മഖ്ബറയിൽ വെച്ച് നിസ്കരിക്കൽ, 1-മത്തെ അത്തഹിയ്യാത്ത് ഓതൽ, ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കൽ, 1-മത്തെ തഹിയ്യാത്തിനും സലാത്തിനും വേണ്ടി ഇരിക്കൽ. ഇതിൽ ആദ്യത്തേത് മഖ്ബറയിൽ വെച്ച് നിസ്കരിക്കൽ നിസ്കാരത്തിലെ കറാഹത്താണ്. 1-മത്തെ അത്തഹിയ്യാത്ത് ഓതൽ അബ്ആദ് സുന്നത്താണ്. ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കൽ നിസ്കാരത്തിലെ കറാഹത്തുകൾ ആണ്. 1-മത്തെ അത്തഹിയ്യാത്തിനും സലാത്തിനും വേണ്ടി ഇരിക്കൽ അബ്ആദ് സുന്നത്താണ്. അപ്പോൾ 1-മത്തേതും അതുപോലെ 3-മത്തേതും ഈ 2 ഓപ്ഷനുകളും നിസ്കാരത്തിലെ കറാഹത്തുകളും, 2-മത്തെയും 4-മത്തെയും ഓപ്ഷൻസ് അബ്ആദ് സുന്നത്തിൽ പെട്ടതുമാണ്.
ഇനി അവസാനത്തത് ക്രമത്തിലാക്കാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം എന്ന് ക്രമത്തിലാക്കി എഴുതുകയാണ് വേണ്ടത്. ഇതാണ് ഇന്ന് 3ാം ക്ലാസ്സിൽ നടന്ന ഫിഖ്ഹിന്റെ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.